അസ്സലാമു ദിയൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ചായക്കടയിലൊക്കെ കിട്ടുന്ന ഉണ്ടംപൊരി ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻ്റെ ചാനൽ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 കപ്പ് അളവിൽ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂണ് ഏലക്കാപ്പൊടി, 1 സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിൽ 1/4 കപ്പ് അളവിൽ റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മൗസൂരിപ്പഴമാണ്. ചില സ്ഥലത്തൊക്കെ പാളയംകോടൻ പഴം എന്ന് പറയും. ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഈ എടുത്ത് വെച്ചിട്ടുള്ള മാവിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇവിടെ പാനിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ഭാഗം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കിയിട്ട് എടുക്കാം. എല്ലാം കൂടി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ ഒരുപാട് വെള്ളം കൂടി പോവും. ജസ്റ്റ് ഒന്ന് കുഴച്ച് നോക്കിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലൂസാവരുത്, എന്നാൽ ഒരുപാട് ഹാർഡായി പോവുകയും ചെയ്യരുത്. ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 2 മണിക്കൂറിന് ശേഷം മാവ് ഇതേപോലെ കയ്യിൽ കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം ചെറിയ ബോൾസാക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ ബോൾസ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് വലുതാക്കി എടുക്കാവുന്നതാണ്. ഇനി നന്നായി ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം ഫ്ലെയിം നന്നായിട്ട് കൂട്ടി കൊടുക്കണം. എല്ലാം ഇട്ടതിന് ശേഷം ഫ്ലെയിം നന്നായി കുറച്ച് വെക്കുക. പിന്നെ ഒട്ടും കൂട്ടി കൊടുക്കരുത്, അപ്പോൾ പുറം ഭാഗം നന്നായി മുരിഞ്ഞ് ഉൾഭാഗം വേവാത്ത രീതിയിലാണ് കിട്ടുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി എല്ലാം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഉണ്ടംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടംപൊരി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.